ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ ഹോട്ട് 10 എന്ന ഏറ്റവും പുതിയൊരു മോഡൽ ഫോണാണ്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ വിലക്ക് അത്യാവശ്യം കോൺഫിഗറേഷൻ ഒക്കെ ഉള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ എന്ന് പറയാം. കാരണം ഈ ഒരു ഫോണിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ റിയൽമിന്റെ C3 ഉപയോഗിച്ചിട്ടുള്ള G70 എന്ന, അതായത് MediaTekന്റെ G70 എന്ന ഈ ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിന്റെ റാം 4GB ആണ്, 64GB സ്റ്റോറേജിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. 4 ക്യാമറയുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 രൂപേൻ്റെ താഴെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫോണാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഖാദർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 10 എന്ന ഈ ഒരു ഫോൺ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് തന്നെ വലുതാക്കി കൊടുത്തിട്ടുണ്ട് 64GB + 4GB എന്നുള്ളത്. അതായത് 64GB സ്റ്റോറേജും 4GB റാമോട് കൂടിയിട്ടുള്ള ഒരു ഫോണാണിത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊസസ്സറും ഇവിടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. MediaTekന്റെ G70 എന്ന പ്രൊസസ്സറാണ്. അതായത് റിയൽമിൻ്റെ C3 എന്ന ഫോണിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 10,000 രൂപേൻ്റെ താഴെയുള്ള ഫോണിൽ MediaTekന്റെ G70 എന്ന പ്രൊസസ്സറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ 64GB 4GB സ്റ്റോറേജിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തു. ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മേലെ കാണാൻ പറ്റുന്നത് ഒരു ഫോണാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു 10 വാട്ട്സിൻ്റെ ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹെഡ്ഫോണും കിട്ടിയിട്ടുണ്ട്. ഒരു ഡാറ്റ കേബിളും നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു പൗച്ചും ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ക്രീൻ കാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സ്ക്രാച്ച് കാർഡ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് സിം എജക്ടറും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 10 അൺലിമിറ്റഡ് 64GB. പിന്നെ ഈ ഒരു പ്രൊസസ്സറും കൊടുത്തിട്ടുണ്ട് G70 എന്നുള്ളത്. 6.78 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ. 5200 mAh ബാറ്ററി, 16 മെഗാപിക്സൽ കോഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. 6.78 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഈ ഒരു ഫോണിൻ്റെ അടിവശം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മൈക്രോ USB ഇൻപുട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മൈക്രോഫോൺ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്കും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു വശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിം കാർഡ് ട്രേ കാണുന്നുണ്ട്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിം കാർഡ് ട്രേ ആണ് ഈ ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ വശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു വലതുവശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പവർ ബട്ടണും അതോടൊപ്പം തന്നെ വോളിയം അപ്പ് ഡൗൺ ബട്ടണും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പിറകുവശം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റും ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്. 4 ക്യാമറൻ്റെ ഒരു സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ക്യാമറ കൊടുത്തിട്ടുള്ളത് 16 മെഗാപിക്സലാണ്. വൈഡ് ആംഗിൾ ഈ ഒരു ക്യാമറയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ടുള്ള മറ്റൊരു ക്യാമറ കൊടുത്തിട്ടുള്ളത് ഇത് ലോ ലൈറ്റ് സെൻസറായിട്ടാണ് ഈ ഒരു ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 4 ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു LED ഫ്ലാഷും ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയതിന് ശേഷം ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് എന്നിവയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ആണോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫേസ് ലോക്ക് പരിശോധിച്ചിട്ട് നല്ലൊരു ഫാസ്റ്റ് തന്നെയാണ്. ഞാനൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്ക് ഓൺ ആകുന്നുണ്ട്. ഫേസ് ലോക്കാണ് ഇതിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെയാണെങ്കിലും ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എബൌട്ട് ഡിവൈസിന് പകരം മൈ ഫോൺ എന്നൊരു ഓപ്ഷനാണ് ഈ ഒരു ഫോണിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 64GB, അതോടൊപ്പം തന്നെ റാം കൊടുത്തിട്ടുണ്ട്, പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് വേർഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ UI കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ UI കൊടുത്തിട്ടുള്ളത് XOS V7 എന്ന ഒരു വെർഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ UI ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു ഓർഡർ ചെയ്തത് ഒരു ആൽഫബറ്റിക് ഓർഡറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എന്താണെന്ന് അറിയില്ല, ഒരു വൃത്തിയില്ലാത്തൊരു രീതിയിൽ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ആൻഡ്രോയിഡ് ഫോണിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. നമുക്ക് ഏത് ലോഞ്ചറും ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട്
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുള്ളൂ. ഇപ്പോൾ ഉള്ള ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ കമ്പനി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാനും ഈ ഒരു ഫോണിൽ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറൻ്റെ ഓപ്ഷനുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ക്യാമറൻ്റെ ഓപ്ഷനുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു ഷോർട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. AI ക്യാം കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ, അതായത് സൂപ്പർ നൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ കാണുന്നുണ്ട്, AI ക്യാം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി ക്യാമറ കാണുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ് കാണുന്നുണ്ട്. AR ഷൂട്ട് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടൊരു ഓപ്ഷനും കാണുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ്റെ ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിലുള്ള ഒരു വ്യൂ ആണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലിയർ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക. ബാക്ക് ക്യാമറയിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിതിൻ്റെ സ്റ്റെബിലൈസേഷൻ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പതുക്കെ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്റ്റെബിലൈസേഷൻ ഈ ഒരു ഫോണിൽ ഉണ്ട് എന്നുള്ളതൊക്കെ. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. ഞാനിതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ലൈറ്റ് മാറുന്നതിനനുസരിച്ച് ഇതിൽ ക്ലിയർ മാറുന്നതും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്യാമറനെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാക്കിലേക്കും മുന്നിലേക്കൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇതും ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള മറ്റൊരു ഫോട്ടോ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇത് പോർട്രേറ്റ് മോഡിൽ എടുത്തിട്ടുള്ള മറ്റൊരു ഫോട്ടോ ആണ്. AR ഷൂട്ട് ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AR ഷൂട്ടിൻ്റെ മറ്റൊരു ഫോട്ടോ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ AR ഷൂട്ടിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ AR ഷൂട്ടിൻ്റെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് അനവധി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും വൈഫൈ കാണുന്നുണ്ട്, ഫ്ലാഷ് ലൈറ്റ് കാണുന്നുണ്ട്, ഹോട്ട്സ്പോട്ട് കാണുന്നുണ്ട്. ഗെയിം മോഡ് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു മോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടുള്ള ഉപയോഗം പറഞ്ഞാൽ നമുക്ക് ഗെയിം ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. സ്ക്രീൻ കാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോണ് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വലത്ത് സൈഡിലേക്ക് നീക്കുമ്പോൾ നമുക്ക് വാട്സാപ്പ് മോഡ് പറഞ്ഞിട്ടൊരു മോഡ് കാണുന്നുണ്ട്. ഈ ഒരു മോഡ് എന്താണെന്നുള്ളത് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. സ്ക്രീൻ റെക്കോർഡിംഗ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ നോട്ടിഫിക്കേഷൻ പാനലിൽ തന്നെ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൽ OTGയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത്രയും വില കുറഞ്ഞ ഒരു ഫോണിൻ്റെ മെയിൻ പ്രത്യേകതയായിട്ട് തന്നെ. ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 195 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അപ്പോൾ കയ്യിലൊക്കെ പിടിക്കാൻ വളരെ സിമ്പിൾ തന്നെയാണ്. അതായത് ഒരു 200 ഗ്രാമിൻ്റെ മേലോട്ട് വരുമ്പോഴാണ് നമുക്കൊരു ഹെവി വെയിറ്റ് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ വെയിറ്റിൻ്റെ കാര്യത്തിൽ സ്റ്റെബിലൈസേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇത് തന്നെയാണ്. കാരണം ഈ ഒരു ഫോണിന് ഒരു സൈഡിലായിട്ട് വെയിറ്റ് കൂടുതലോ അങ്ങനെയൊന്നും തോന്നിക്കണില്ല. കറക്റ്റായിട്ടുള്ള ഒരു വെയിറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഇവിടെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ഏകദേശം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കി. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറകളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്ക്രീനിൽ തന്നെ. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് G70 ആണ് ഈ ഫോണിൻ്റെ പ്രൊസസ്സർ. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് 64 GB, അതോടൊപ്പം തന്നെ RAM 4 GB, ബാറ്ററി എന്ന് പറഞ്ഞാൽ 5250 mAh. ഈ ഒരു ഫോണിൻ്റെ ചാർജർ 10 വാട്ട്സ് ആണ്. അത് പിന്നെ ഈ ഒരു ഫോൺ പ്രൈസ് കുറഞ്ഞൊരു ഫോൺ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേനും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്കൊക്കെ ഇപ്പോൾ ഇത്രയും ഒരുപാട് ദൂരത്ത് വെച്ചാലും ഫേസ് ലോക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 10,000 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.